ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ വളരെ രുചികരമായ ഒരു സാലനയാണ്. ദോശ, പൊറോട്ട, ഇടിയപ്പം എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാനായി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. കൂടെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വേഗ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പെരിഞ്ചീരകം, കറുവാപ്പട്ട, ഗ്രാമ്പു എന്നിവയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കണം. അതും നന്നായിട്ട് ചൂടായി ശേഷം നമ്മൾ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് വെച്ചിരിക്കുന്നത് കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 സവോള ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അത് നന്നായിട്ട് വഴറ്റുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. അതും 1 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു തക്കാളി ചേർത്ത് അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് 1 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കുറുകി വരാനായിട്ടാണ് അങ്ങനെ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്ത് ഞാൻ നന്നായിട്ട് അരച്ചതിന് ശേഷം അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നട്ട്സും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. നന്നായിട്ട് കുറുകിയതിന് ശേഷം ഞാൻ അതിൻ്റെ കൂടെ ആഫ്രിക്കൻ മല്ലിയിലയാണ് ചേർക്കുന്നത്. അത് മല്ലിയിലയെ പോലെ തന്നെ നല്ല ടേസ്റ്റ് നമുക്ക് തരുന്നതാണ് കേട്ടോ. അപ്പം അതിനുശേഷം നന്നായിട്ട് കുറുക്കിയെടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് അതിൻ്റെ കൂടെ ശകലം മുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് കറിയിലേക്ക് യോജിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉപയോഗിച്ച് നോക്കണം. ഞാനിപ്പം ചപ്പാത്തി ഉണ്ടാക്കി അതിൻ്റെ കൂടെയാണ് ഞാനിന്നിത് സെർവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കേ.